ഹലോ, ഞങ്ങൾക്ക് ഒരു അവധി ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വെയിൽസിലോട്ടൊരു ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ഉണ്ട്. ഇത് വെയിൽസിലെ എലൻ വാലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. നിറച്ച് വെള്ളച്ചാട്ടങ്ങളും നല്ല ചെറിയ ചെറിയ അരുവികളും എല്ലാം കൂട്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കാണാനായിട്ട്. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി. രാവിലെ പോയിട്ട് ഒരു ദിവസം മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു ഡേ മുഴുവൻ ഈവനിങ്ങാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. കുട്ടികളൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബിസി ലൈഫിൽ പെട്ടെന്നൊരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. ഒരു കാടിനകത്താണ് ഇതുള്ളത്. അവിടെ അതിനകത്ത് ഒരു പള്ളിയുണ്ട്. പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ് പള്ളി കാണാനായിട്ട്. അവിടുത്തെ ഒരു ഹിസ്റ്ററി അനുസരിച്ച് 1770കളിൽ പണിത പള്ളിയാണ്. അപ്പോൾ 1900 വരെ കണ്ട് അവിടെ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുർബാനയൊന്നുമില്ല. കൗൺസിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ടൂറിസ്റ്റുകൾക്കായിട്ട് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി നോക്കിയിട്ടില്ല. ഇപ്രാവശ്യം അകത്ത് കയറാമെന്ന് വെച്ചു. എൻ്റെ മൂത്ത മോൻ അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ല എൻജോയ് ചെയ്തു. കുട്ടികൾ അവരവിടെ എല്ലാം ഓടിക്കളിച്ചു. അവർക്ക് നല്ലൊരു ഡേ ഔട്ടായിരുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ പുറത്ത് പോകാൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഇഷ്ടമുണ്ടോ? ഇവിടെ UK പിള്ളേർക്ക് വിൻ്റർ ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ പുറത്ത് കളിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഭയങ്കര തണുപ്പായതുകൊണ്ട്. സോ ദേ എൻജോയ്ഡ് ദെയർ. ഇത് നമ്മൾ ആ പള്ളിയുടെ അകത്തൊന്ന് കയറി നോക്കാൻ പുറത്ത് പോയതാണ്. ഇത് പൂർണ്ണമായിട്ടും കല്ലുകൊണ്ടുണ്ടാക്കിയൊരു പള്ളിയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഡോറ് തുറന്നായിരുന്നു. നമ്മളവിടെ അകത്ത് കയറി. അവരത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പഴയ ബെഞ്ചുകളും ഫർണിച്ചറും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും പൊടിയൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നു വീക്ക്ലി വൺസെങ്കിലും അവർ ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ വൃത്തിയായിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇവിടെ UK ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്, അവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നന്നായിട്ട് കെയർഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അവരുടെ ഹിസ്റ്ററി, ഈ പള്ളിയുടെ ഹിസ്റ്ററി എല്ലാം ഇവിടെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി ഞങ്ങൾ. അതിൽ നിന്ന് മനസ്സിലായത് 1772 തൊട്ട് 1900 വരെ ഇത് ആക്റ്റീവായിട്ടുള്ളൊരു ചർച്ചായിരുന്നു. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. പിന്നെ ഇത് നമ്മൾ അവിടെ അടുത്തൊരു വിസിറ്റേഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞ ചെറിയൊരു കഫേയൊക്കെ ഉണ്ട്. ആ കഫേയുടെ പുറകിലായിട്ട് നമുക്കൊരു ഡാം ഇങ്ങനെ കാണാം. അത് നല്ല ഭംഗിയാണ് കാണാൻ. കുറച്ചുകൂടെ മഴയുണ്ടായിരുന്നെങ്കിൽ നല്ല നിറയെ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേനെ. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമുക്കൊരു വൺ ഡേ ഔട്ടിന് പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ ബിസി സ്കെഡ്യൂളിൽ നിന്നൊക്കെ നമ്മുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം നല്ല ഫാമിലിയായിട്ട് നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ എല്ലാവർക്കും അത് അഡ്വൈസ് ചെയ്യും, പോയി കാണണമെങ്കിൽ നല്ലൊരു സ്ഥലമാണ്. പിന്നെ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവരവിടെ കളിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കോഫി എല്ലാം കുടിച്ചിട്ട് തിരിച്ച് പോന്ന വഴിയിലും വഴിയുടെ രണ്ട് സൈഡിലെയും ഉള്ള വ്യൂ ആയത് നല്ല ഭംഗിയായിരുന്നു അതെല്ലാം കാണാനായിട്ട്. ഒരു ഇടുക്കിക്കാരിയായ എനിക്ക് നാട്ടിൽ ഉള്ള സ്ഥലങ്ങൾ പോലെ തോന്നി ഇത്. പ്രത്യേകിച്ച് ആ വെള്ളച്ചാട്ടവും അരുവികളും എല്ലാം കാണുമ്പോൾ നമുക്ക് നാട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിൽ ഒരിത് തോന്നി. പിന്നെ നല്ല മഞ്ഞുള്ളൊരു ദിവസമായിരുന്നു. വെയിലില്ല, മഴയില്ല, നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു ദിവസം. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഡേ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ സ്ഥലത്തിൻ്റെ പോസ്റ്റ് കോഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്